മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ലൂക്ക 1:45, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1:45, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കൊച്ചുനാളില് അതിരമ്പുഴപ്പള്ളി പെരുന്നാളിന് പോയത് ഓർക്കുന്നു. പോയ അവസരത്തിൽ അമ്മയുടെ കൈപിടിച്ചാണ് നടക്കുന്നത്. എങ്കിലും പെട്ടെന്ന് കൈവിട്ടുപോയി. തിരുനാളിന്റെ കച്ചവടക്കാരുടെയൊക്കെ അടുത്ത് പോയി ആകർഷണങ്ങളൊക്കെ കണ്ടു, തൊട്ടിയിലാടുന്നത് കണ്ടു. ഇങ്ങനെ കണ്ടങ്ങ് പോയപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് പരിഭ്രാന്തിയായി. കൊച്ചവിടെ പോയി. കൊച്ചിനെ അന്വേഷിച്ച് നടക്കുകയാണ്. കാരണം ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനിടയിൽ എങ്ങനെ കൊച്ചിനെ കണ്ടുവിട്ടും. അവസാനം കൊച്ച് അവിടെ ഉഴുന്നുവട വിറ്റുകൊണ്ടിരുന്ന കടയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അമ്മ ഒന്ന് കണ്ടുപിടിച്ചു. പെട്ടെന്ന് എട്ടിപ്പിടിച്ചുമ്മ തന്നു. അതിനുശേഷം മോനെ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അമ്മ എന്തുമാത്രം വിഷമിച്ചു എന്ന് പറഞ്ഞപ്പോൾ അമ്മയോട് മാപ്പ് ചോദിച്ചു. എന്നിട്ട് അമ്മയോട് ഒരു വാക്ക് പറഞ്ഞു, ഇനി ഞാൻ അമ്മയുടെ കൈ പിടിക്കുന്നില്ല, അമ്മ എന്റെ കൈയെ പിടിച്ചാൽ മതി. അമ്മ എന്നെ പിടിച്ചാൽ അമ്മ ഒരിക്കലും എന്നെ കൈവിടുകയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സുരക്ഷിതമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ അമ്മയാണ് നമുക്ക് ഈശോ കാണിച്ചു തരിക. പരിശുദ്ധ അമ്മ നമുക്ക് കരം പിടിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ദൈവമാതാവാണ്. എല്ലാ വിശുദ്ധരേക്കാൾ ഞാൻ സ്ഥാനം വെക്കുകയല്ല, എങ്കിലും പരമമായ ആ വണക്കം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കണം എന്ന് സഭയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഏത് നല്ല പ്രവർത്തനങ്ങളും ചെയ്താലും അത് വിജയമായി മാറുകയാണ്. അതാണ് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചോൾ ഭാഗ്യവതി എന്ന നമ്മുടെ ആരുടെയും വാക്കുകളല്ല, ദൈവത്തിന്റെ വാക്കുകളാണത്. അപ്പോൾ ആ ഒരു ബോധ്യത്തോടുകൂടി പരിശുദ്ധ അമ്മയെ കാണാനും അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുവാനും നമുക്ക് കഴിയണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ എപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുവാൻ നമുക്ക് ഏവർക്കും ആത്മാർത്ഥമായി പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.